ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് സ്റ്റഡിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെക്കൊണ്ട് രാത്രി വരെ പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പുള്ളിങ്ങനെ ഓൾ നൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ യൂട്യൂബിൽ വേറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല എന്താകുമെന്ന്. ഞാൻ ഫസ്റ്റ് ക്യാമറ എവിടെ നിന്ന് സെറ്റാക്കി. അപ്പോൾ ഞാൻ ഫുൾ സെറ്റാണ്. ഇനി കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിന്നർ ചെയ്യണം. ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ നൈറ്റ് പഠിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നടന്നാൽ മതിയായിരുന്നു. കാരണം ഇതിനു മുമ്പേ ഞാൻ പുള്ളിങ്ങനെ ഓൺ നൈറ്റർ ചെയ്തിട്ടില്ല. 12 മണി വരെയൊക്കെ നിന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളിത് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് ഇതാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ണടി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഫസ്റ്റിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പുള്ളിങ്ങനെ ഓൺ നൈറ്റർ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഏതായാലും ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഞാൻ തീർത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ DAD പാർട്ട് ചാപ്റ്റർ പഠിക്കായിരുന്നു. അത് ഞാൻ തീർത്തിട്ടുണ്ട്. എങ്ങനെയും തീർത്തു. ക്ലിയറാണ് ചാപ്റ്റർ. DAD പാർട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു സമ്മറി ഇവിടെയാണ് ചാപ്റ്റർ. എൻ്റെ ഇവിടെ ഞാൻ എൻ്റെ സമ്മറി പോലെ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മറി പോലെ എനിക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മറി ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഈ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ടൈമിൽ ഇത്രയും വലിയ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് മാത്രം മതി. അതിൻ്റെ തയ്ക്കാത്തതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള ഇവിടെ എഴുതി. ഇവിടെ വെച്ചൊരു ബ്ലാങ്ക് പേജ് കണ്ടപ്പോൾ തന്നെ എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ എനിക്കിത് ഈ നോട്ട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എനിക്ക് കാർബണിൻ്റെ ലെക്ചർ കംപ്ലീറ്റ് ചെയ്യാം. കാർബണിൻ്റെ ലെക്ചർ ഞാൻ പകുതിയല്ല, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു ചാപ്റ്റർ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ മാഡം പറയുന്നതനുസരിച്ച് എനിക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ടും നോക്കാം. ഇനി ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാത്ത എക്സ്ട്രാ ഇൻഫർമേഷൻസ് പോലും പറയുകയാണെങ്കിൽ അതെനിക്ക് നോട്ട് ഡൗൺ കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാർബൺ തീർക്കണം, അതാണ് ഇന്നത്തെ ലക്ഷ്യം. കാർബൺ തീർക്കണം. ഇന്നത്തെ എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കാർബൺ തീർക്കണം. പിന്നെ ഹെറിഡിറ്റി എനിക്ക് ഇന്നെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. ഹെറിഡിറ്റി കുറച്ചും കൂടി എങ്ങാണ്ടേ ഉള്ളൂ. 2 പേജ് ഉണ്ടോ? 3 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. അതിനകത്ത് ഞാൻ വരച്ചിട്ടാണ് സ്ഥലം കുറേ പോയിട്ടുള്ളൂ. ഇച്ചിരി എങ്ങാണ്ടേ ഉള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. അത് ഇന്ന് തന്നെ തീർക്കാൻ പറ്റണം. ഇന്ന് തന്നെ തീർത്തേ പറ്റുള്ളൂ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ എനിക്ക് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ റിവൈസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാനുണ്ട്. ആൻഡ് 3rd ചാപ്റ്ററിൽ ലെക്ചർ എടുക്കാനുണ്ട്. ഇത്രയും വലിയ ടാസ്കുകളാണ് എനിക്ക് തന്നെ തന്നേക്കുന്നത്. ആൻഡ് ഇന്ന് തന്നെ അത് തീർത്തേ പറ്റുള്ളൂ. കാരണം കുറച്ച് ടൈമേ ഉള്ളൂ ഇനി പഠിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാക്സിമം വേഗം എല്ലാം തീർക്കാൻ നോക്കുക. നിങ്ങളും അത് തന്നെ നോക്കാം. എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സമയമൊന്നും ഇല്ല, പെട്ടെന്ന് ഞാൻ തീർത്തോ. എൻ്റെ സിലബസ് കംപ്ലീറ്റഡ് ആണ്. ഞാൻ റിവിഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പതുക്കെ ഇന്ന് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ചെയ്യുക. പിന്നെ ഈ രാത്രി പാതിരാത്രി വരെ എന്തായാലും നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചിട്ട് ഒത്തിരി നിങ്ങളുടെ ബോഡിക്ക് ഇത് കൊടുക്കരുത്. ഇത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളതും കൂടെ പോവും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് നോക്കുക. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഹെൽത്ത് നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ഒത്തിരി കഴിക്കാതെ, ഒത്തിരി കഴിച്ചാൽ ഉറക്കം വരും. അപ്പോൾ പഠിക്കാൻ പറ്റില്ല. രാത്രി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ്. രാത്രി ഒത്തിരി ഞാനാണെങ്കിൽ നല്ല വയറ് ഫുള്ളായിട്ട് നല്ല പുതച്ച് മൂടി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഇത്ര നാളും. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി എന്തായാലും രാത്രി വരെ നിന്നിട്ടാലേ എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. ഈവൻ എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. കാരണം സിലബസ് കംപ്ലീറ്റ് ആക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്. സിലബസ് കംപ്ലീറ്റ് ആണെങ്കിലും കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് എന്താ പറയുക, പിന്നെ ബോർഡ് എക്സാമിൻ്റെ കാര്യങ്ങൾ ഹെൽത്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നിങ്ങൾക്കത് ഓൾറെഡി അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്പെറൻറ്റ് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ പൗച്ച് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് തന്നെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ പേന അങ്ങനെ നിർബന്ധമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള പേന നല്ല ക്വാളിറ്റി പേനാണ്. അത് ട്രാൻസ്പെറൻ്റ് ആണ്, കാണാൻ പറ്റും, ഉള്ളിലുള്ളത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടീച്ചറാണ്, ഇത് ഞങ്ങളുടെ ടീച്ചർ വന്ന പേനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ട്രാൻസ്പെറൻറ്റ് പൗച്ച് നിങ്ങൾ ക്യാരി ചെയ്യണം. പിന്നുള്ളതാണ് ട്രാൻസ്പെറൻറ്റ് ബോർഡ്. അതെൻ്റെ കൊളാബറേഷൻ വീഡിയോയിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ബോർഡിൻ്റെ കാര്യം. പിന്നെ വേണ്ടതാണ് ട്രാൻസ്പെറൻറ്റ് കുപ്പി. ഞാനിപ്പോൾ കൊണ്ടുവരാം.
ഇതിപ്പോൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ അമ്മ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കുപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെള്ളം കുടിക്കാണ്ട് നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 3 മണിക്കൂറത്തെ എക്സാമാണ്. അപ്പോൾ അഫ്കോഴ്സ് നമുക്ക് വെള്ളം വേണ്ടി വരും. ഞാൻ അങ്ങനെ എപ്പോഴും കൊണ്ടുവരില്ല, മറന്നൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ബോർഡ് എക്സാമിന് പോകല്ലേ, നല്ല ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് മറക്കരുത്, വെള്ളം, പൗച്ച് എല്ലാം നമ്മൾ സെറ്റ് ആക്കണം. നേരത്തെ അവിടെ എത്താൻ നോക്കാം. നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ പറഞ്ഞ് മിസ്സായാലും നമുക്ക് പിന്നെയും ലൈക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ടൈം ഉണ്ടാവും നമ്മൾ എത്ര നേരത്തെ പോവുകയാണെങ്കിലും. അപ്പോൾ എൻ്റെ സെൻറ്റർ വന്നിട്ട് SH ആണ്. SHലാണ് എൻ്റെ എക്സാം. ലൈക്ക് KV സ്റ്റുഡൻസ്, ലൈക്ക് എറണാകുളത്തുള്ള അവിടെ ഉള്ള എല്ലാവർക്കും അവിടെ SH തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും എൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടോ, എനിക്കൊക്കെ സന്തോഷം. പിന്നെ ഞാൻ ടെൻഷനിൽ വല്ലതും മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം. ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്, ടീച്ചർ പറഞ്ഞേക്കുന്നത് 9 മണിക്കുള്ളിൽ അവിടെ എത്താനാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നല്ലത്. ഇപ്പം എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തുക. പിന്നെ ഒന്നും മറക്കരുത്. ആൻഡ് അത്രയേ ഉള്ളൂ. പിന്നെ ഫോണ് അതുപോലെ ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാൻ പാടില്ല. വാച്ച് ക്യാരി ചെയ്യണം. ലൈക്ക് നോർമൽ വാച്ച് ക്യാരി ചെയ്താൽ മതി. ആൻഡ് സ്മാർട്ട് വാച്ച് ക്യാരി ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവർ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അധികം ഉണ്ടാവില്ല. ഇംഗ്ലീഷ് എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യാം. ആൻഡ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് പഠിക്കാണ്ടിരിക്കരുത് എന്നെ പോലെ. പക്ഷേ ഈ ഒരു ബോർഡ് എക്സാമിനാണ് ഞാൻ ഇംഗ്ലീഷിന് പോലും പഠിക്കുന്നത്. ഞാൻ പ്രീ ബോർഡിന് പോലും ഇത്രയും പോലും പഠിച്ചിട്ടില്ല കേട്ടോ. പ്രീ ബോർഡിന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ലൈക്ക് എനിക്കറിയാത്ത ചാപ്റ്റേഴ്സിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണും ആൻഡ് ഞാൻ പോകുന്നു. പിന്നെ ഫോർമാറ്റൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് ഫോർമാറ്റ് റീക്രിയേറ്റ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങളുടെ സ്കൂളിലെ റിവിഷൻ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്കറിയാം ഈ ഇത്ര പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്രയാണ് ഞങ്ങൾ പഠിപ്പിച്ച സാധനങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് എക്സാം എഴുതുമ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്. അല്ലാണ്ടുള്ള ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പോംസ് ഒക്കെ ഉണ്ട്, എനിക്ക് പറയാം ഓസിമാൻഡസ് ഒക്കെ, അതൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഡിഫിക്കൽട്ടാണ്, നല്ല ഡിഫിക്കൽട്ടാണ്. ടൈം ഓഫ് ദി ഏൻഷ്യന്റ് മാൻഡറൊക്കെ എനിക്ക് ആ മാഡം പഠിപ്പിച്ചത് നന്നായിട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഉള്ള ചാപ്റ്റർ ഏതാ, ജൂലി സീസൺ എനിക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഓസിമാൻഡസ് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ കുഴപ്പമില്ല. ഓസിമാൻഡസ് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അതെനിക്കിപ്പോൾ ഞാൻ ലെക്ചർ ചെയ്യണം. കാരണം ക്ലാസ് ഞാൻ ആ ടൈമിൽ അറ്റൻഡ് ചെയ്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അറ്റൻഡ് ചെയ്തെങ്കിൽ എന്തായാലും എനിക്ക് മനസ്സിലായാണ്. കാരണം നന്നായിട്ടാണ് ടീച്ചർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എനിക്കിനി അതിൻ്റെ അത് കേൾക്കണം. അത് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. ബാക്കി ഇംഗ്ലീഷ് സെറ്റാണ്. ഗ്രാമർ നമ്മൾ പേപ്പർ ചെയ്തിട്ട് തന്നെ ഗ്രാമർ സെറ്റാക്കണം. അപ്പോൾ അതിനൊക്കെ എനിക്ക് ടൈമുണ്ട്. അതിനൊക്കെ 3 ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 3 ദിവസം കൊടുക്കുന്നുണ്ട്. അത്ര 12, 13, 14 ഇംഗ്ലീഷ് മാത്രമാണ്. ഇംഗ്ലീഷ് ഗ്രാമറും അങ്ങനെയുള്ള ഐറ്റംസ്. 13-ാം തീയതി പിന്നെയും ഞാൻ വേറെ വല്ലതും നോക്കണം. 12-ാം തീയതി പിന്നെയും ഞാൻ വേറെ വല്ലതും നോക്കിയിരിക്കും. ബട്ട് 13, 14 ഇസ് കംപ്ലീറ്റ്ലി ഫോർ മൈ ഇംഗ്ലീഷ്. പിന്നെ ഉള്ള ദിവസങ്ങൾ എനിക്ക് സോഷ്യൽ ആൻഡ് സയൻസ് കംപ്ലീറ്റ്ലി തീർന്ന പോലെ സാൻസ്ക്രിറ്റും. ഇന്ന് ട്യൂഷനിൽ സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ സാൻസ്ക്രിറ്റ് അധികം നോക്കുന്നില്ല. സാൻസ്ക്രിറ്റ് മാറ്റി വയ്ക്കുകയാണ്. ഞാനിപ്പോൾ മാത്സും സയൻസും ആണ്, സോഷ്യലും സയൻസും ആണ് ഞാനിപ്പോൾ തന്നേക്കുന്നത് നൈറ്റ് ടൈം പഠിക്കാനായിട്ട്. കാരണം സാൻസ്ക്രിറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തായാലും പോയി കിടന്നു തുടങ്ങും. കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റാത്തൊരു സബ്ജക്റ്റാണ് സാൻസ്ക്രിറ്റ്. ഇപ്പോൾ ഈ ഒരു റൂം എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റൂം കംപ്ലീറ്റ്ലി എനിക്കാണ്. ഈ റൂമിൽ എനിക്ക് എന്ത് ചെയ്യാം, എത്ര ലേറ്റ് ആയിട്ട് ഇവിടെ കിടന്നാൽ ഒരു കുഴപ്പമൊന്നും പറയില്ല. കാരണം ബോർഡ് എക്സാം ടൈമാണ്. നമ്മൾ നേരത്തെ എഴുന്നേക്കാൻ നോക്കുക, ലേറ്റായിട്ട് കിടക്കാൻ നോക്കുക എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് നമ്മുടെ ബോഡി നോക്കാണ്ടാവരുത്. കുറച്ചൊക്കെ ബോഡി ശ്രദ്ധിക്കാം. ഒട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചത്തിരുന്ന് പഠിച്ചാലേ കാര്യമുള്ളൂ. കാരണം ഈ ഒരു ടൈം നമ്മൾ നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിച്ച് യൂട്ടിലൈസ് ചെയ്താലേ കാര്യമുള്ളൂ. കാരണം എത്രത്തോളം നമ്മൾ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അവസാനമാകുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത് അതാണ് റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം. പിന്നെ സ്റ്റാർട്ടിങ് എങ്ങനെ ആയിക്കോട്ടെ, എൻഡിങ് പക്കയാണെങ്കിൽ അത് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടിൽ കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചത്തിറന്ന് പഠിക്കുന്നത്. ഞാൻ പ്രീ ബോർഡ് 2 ഞാൻ പറയാം. പ്രീ ബോർഡ് 2, പ്രീ ബോർഡ് 3, പ്രീ ബോർഡ് 2 കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിലാണ് ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. എൻ്റെ പ്രോഗ്രസ് കണ്ടു തുടങ്ങിയത് അപ്പോഴാണ്. എൻ്റെ മാത്സിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയത് അപ്പോൾ തൊട്ടാണ്. സയൻസിനോട് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത് അപ്പോൾ തൊട്ടാണ്. സോഷ്യൽ ഞാൻ മര്യാദയ്ക്ക് പഠിക്കാണ്ടായത് അപ്പോൾ തൊട്ടാണ്. സോഷ്യൽ ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ ഞാൻ ആ ടൈമിൽ നന്നായിട്ട് ഒഴിവാക്കി. അതെൻ്റെ മാർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്സിൽ സോഷ്യലിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ അപ്പം കുറച്ചൊക്കെ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഈക്വലായിട്ട് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പഠിത്തത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ എടുത്തു വെച്ചത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട് ലെക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇത് ഞാൻ നല്ലതുപോലെ നല്ലതുപോലെ മടിച്ച്
ചെയ്യാണ്ട് വെച്ചിരുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് തീർക്കാമെന്ന്. അതുകൊണ്ട് ആദ്യം തൊട്ടാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടയിൽ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടോ. അതിൻ്റെ മെയിൻ പരിപാടിയാണ്. ഒരു വീഡിയോ എന്തോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതിൻ്റെ കമൻസിന് റിപ്ലൈ എടുത്ത് തന്നെ കുറേ സമയം കളഞ്ഞു. ആൻഡ് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തൊട്ട് എന്തോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓൾറെഡി നോട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ക്ലാസ് കേട്ടാൽ മതി. നേരത്തെ പഠിച്ച സാധനങ്ങൾ തന്നെ ഒന്നും കൂടെ കേൾക്കുന്നതേ ഉള്ളൂ. ഞാൻ ലേറ്റ് നൈറ്റ് വരെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം പഴയ വീഡിയോ കേട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടെ കിടപ്പുണ്ട്. ആ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നത്, പക്ഷേ ഒരു ഓർഡറിൽ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതെടുത്തത്. സത്യത്തിൻ്റെ എൻ്റെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ കാണാം. നാളെ ആ വീഡിയോ ഇടും. ആ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് എനിക്ക്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ചാപ്റ്റർ അത്യം പറഞ്ഞാൽ അത്യാവശ്യം ഈസി ആട്ടോ. വലിയ പ്രയാസമൊന്നുമില്ല. ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ്. അത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒരു മൂഡും ഇല്ലാണ്ടാണ് ഞാനിപ്പോൾ ഇരുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഗൈസ്, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എത്ര ആയിട്ടുണ്ട്? 986 ആയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഒരു 14 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1K ആവും. ഓ മൈ ഗോഡ്, 1K ആവും. അപ്പോൾ ഈ ഫെബ്രുവരി എൻഡ് ചെയ്യുന്നതിന് മുമ്പേ 14 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും നിങ്ങൾ സെറ്റാക്കി തരും. അപ്പോൾ മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്നതിനകത്ത് 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് കാണും. ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഒരു 14 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1K ഫാമിലി ആവും. അത് ഒരു എന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. 1K 1000 ആൾക്കാരൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കാണുന്ന ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 5K ഒക്കെ എപ്പോഴേ കഴിഞ്ഞേനെ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കാണുക. 1K എനിക്ക് ഫെബ്രുവരി എൻഡ് ചെയ്യുന്നതിന് മുമ്പേ 1K തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് 10th കഴിഞ്ഞിട്ടും ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ നോക്കുക. 10th ശേഷമുള്ള കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക. ആൻഡ് ഞാനിവിടെ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൻ്റെ ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം റെക്കോർഡ് ചെയ്തു അത്രത്തോളം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് ഞാൻ പഠിച്ചൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഹെറിഡിറ്റിയും മെറ്റൽസും ആൻഡ് നോൺ മെറ്റൽസും കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ ഒരു ക്ലിപ്പിലില്ല. ആ 2 ചാപ്റ്റേഴ്സും ഞാൻ ഇരുന്ന് ഫുള്ളി റിവൈസ് ചെയ്തു. ആ 2 ചാപ്റ്റർ ഞാൻ പഠിച്ചതായതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാൻ അധികം ടൈം എടുത്തില്ല. റിവൈസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡിന്നർ ഞാൻ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഡിന്നർ ഞാൻ കുറച്ച് കഴിക്കണം എന്നുള്ള പ്ലാനിൽ തന്നെ പോയത്. പക്ഷേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് അധികം കഴിച്ചു. അതുകൊണ്ട് തന്നെ വയറ് കുറച്ച് ഫില്ലായിട്ടാണ് ഇരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടാണിത്. അധികം കഴിക്കാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ ലൈക്ക് വയറ് ഫുള്ളാവുന്നവരെ കഴിക്കാൻ നിൽക്കരുത്. ഒരു 70-75% വയറ് ഫുള്ളായി കഴിഞ്ഞാൽ മതിയാക്കുക. കാരണം നമ്മുടെ വയറ് ഫുള്ളാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഉറക്കം വരും. മാത്രമല്ല അതുകൊണ്ട് തന്നെ പഠിക്കാനും പറ്റില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ അധികം കഴിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു 75% കഴിച്ചിട്ട് 75% വയറ് നിറഞ്ഞാൽ മതി. അതൊക്കെ തന്നെ ധാരാളമാണ്. അന്ന് ഞാൻ പറയുള്ളൂ, ഈ ഒരു എക്സാം ടൈമിൽ ഇതാണ് ഏറ്റവും ബെറ്റർ. എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തും ചെയ്യാമല്ലോ, സമയം കിടക്കുകയല്ലേ. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കാനായിരുന്നു. ഈ കാർബൺ തന്നെയാണ് ഞാൻ പഠിക്കുന്നത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഞാൻ പഠിച്ചിട്ടൊന്നും ഞാൻ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. ഈ ഫോൺ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഞാൻ അധികം യൂസ് ആക്കാറില്ല. മിക്കപ്പോഴും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോണിൽ തന്നെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സൊക്കെ ആയല്ലോ, പിന്നെ ക്വാളിറ്റിയുള്ള ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യാമല്ലോ. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോണിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഫോണിൻ്റെ ചാർജ് തീർന്നപ്പോഴേക്കും ഞാൻ കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത്രയും തന്നെ നിങ്ങളെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. നാളെയും കൂടെ എന്തായാലും വരുമായിരിക്കും. നാളെ വരാനും ചാൻസ് കുറവാണ്. കാരണം എനിക്ക് ട്യൂഷനുണ്ട്, ലേറ്റ് നൈറ്റും ട്യൂഷനുണ്ട്. ഒരു 10 മണി, 8 മണി, 9 മണി 9 മണി എന്തായാലും കഴിയും ട്യൂഷൻ കഴിയുമ്പോഴേക്കും രാത്രി. അപ്പം ലൈക്ക് ഡേ ടൈമിൽ എനിക്ക് സമയം ഉണ്ടാവും. ഡേ ടൈമിലായിരിക്കും പിന്നെ എനിക്ക് സമയം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. എന്തായാലും സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പഠിക്കാനുണ്ട് കുറേ. പഠിക്കാനും റെക്കോർഡിംഗ് ഒക്കെ രാവിലെ നടക്കും. പിന്നെ രാത്രിയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് രാത്രിയുള്ള എഡിറ്റിംഗ് എന്ന സമയം കിട്ടുന്നില്ല. ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് പഠിക്കാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. ആൻഡ് നല്ല ക്ഷീണവും കാണും. ആ രീതിയിൽ അങ്ങോട്ട് കിടന്ന് ഉറങ്ങാനും തോന്നും. പക്ഷേ ഉറങ്ങാൻ നമുക്ക് പറ്റത്തില്ല, പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 10-15 മിനിറ്റ് അതിൻ്റെ പുറകെ തന്നെ നിൽക്കും. കുറേ സമയം ഞാൻ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നുമല്ല, നിങ്ങളുടെ വ്യൂസ് കാണാനും ആ ഫസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കമൻറ്റ്സ് വായിക്കാനും. ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇടുന്ന കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈയും കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ കുറേ സമയം നിൽക്കും. പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറച്ചൊക്കെ കൂടുന്ന കാണാൻ പറ്റും. വിത്തിൻ 1 hour 2 hour ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും. അപ്പോൾ അത് നോക്കാനായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ കുറേ ടൈം പോകും ഈ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ട്യൂഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലൈക്ക് ഈവനിങ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യൽ നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ ഈവനിങ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. വ്യൂസ് കൗണ്ട് കൂടുന്നത് എനിക്ക് ആ ടൈമിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. അത്യാവശ്യം ഗ്യാപ്പ് എടുത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലും അത്യാവശ്യം ലെങ്തി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ലെങ്തി വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ ലൈക്ക് ഇഷ്ടമാവുന്നതെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ എനിക്ക് ലെങ്തി വീഡിയോ എടുക്കാനാണ് ഇപ്പോൾ അത്യാവശ്യം ഇഷ്ടം. കാരണം ലൈക്ക് ഓരോ ദിവസവും എനിക്ക് അധികം കണ്ടൻറ് ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും ദിവസത്തെ കോമ്പിനേഷൻ ആകുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം പറയാനുണ്ടാവും, കണ്ടൻറ്റും ഉണ്ടാവും, കാര്യങ്ങൾ കാണിക്കാനുണ്ടാവും, അതുപോലെ എനിക്ക് പറയാനും കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത് അതാണ്. അപ്പോൾ നടക്കാനും കുറച്ചും കൂടി ഈസിയാണത്. ലൈക്ക് അത്രയും ദിവസത്തെ കാര്യങ്ങൾ എനിക്ക് ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ പറയുകയും ചെയ്യാം. എന്നാൽ വീഡിയോ നല്ല ലെങ്ത്തും ഉണ്ടാവും, നിങ്ങൾക്ക് കാണാനും ബോറടിക്കില്ല. ഇതൊക്കെ കൂടെ നല്ലത് കോമ്പിനേഷനായിട്ട് ഒറ്റ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ വീക്ക്ലി 1 to 3 വീഡിയോ ഫോളോ ഒക്കെ പറ്റുള്ളൂ. എക്സാം ടൈമും കൂടാണ്. ഇപ്പോൾ കൂടുതൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോസ് കുറവായിരിക്കും. നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു കൊളാബറേഷൻ വീഡിയോ ആയിരിക്കും. അത് ഞാൻ ഫസ്റ്റ് കൊളാബ് പ്ലാൻ ചെയ്തത് ആ പുള്ളിക്കാരിയായിട്ടാണ്. പക്ഷേ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും നാളെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റഡി ചലഞ്ചാണ് അത്. എന്നെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ നാളെ അറിഞ്ഞാൽ മതി. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം എൽസയായിട്ട് കൊളാബറേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് പുള്ളിക്കാരിയായിട്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ലൈക്ക് ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ടൊരു മാർഗ്ഗം ഉണ്ടായില്ല. ബട്ട് എൽസ കാരണമാണ് ഇപ്പോൾ ഒരു കോൺടാക്റ്റ് ചെയ്യാൻ മാർഗ്ഗം ടെലിഗ്രാം വഴി കിട്ടിയത്. അവൾ പറഞ്ഞപ്പോഴാണ് ടെലിഗ്രാമിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഞാൻ ഓർത്തതും. പിന്നെ ടെലിഗ്രാം ചാനൽ തുടങ്ങാനും കാരണം അവൾ തന്നെയാണ്. അവൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ചെയ്താലോ എന്നൊരു മൈൻഡ് എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് എൽസ. നീ കാരണമാണ് ഇപ്പോൾ ഞാനൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയതും എനിക്ക് അവളുമായിട്ടും നീയുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റിയതും. അപ്പം നിങ്ങളെന്തായാലും ഇനിയും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ഇനി ഞാൻ ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് ഇനി നിങ്ങൾക്ക് വേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. പിന്നെ നോട്ട്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ വരുന്നതിൽ ഫസ്റ്റ് വരുന്ന 2 കമൻറ്റ് ഏതാണോ ആ നോട്ട്സ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ. ഹെറിഡിറ്റി എൻവയൺമെൻറ്റ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ പേരും കമൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പ്രിൻറ്റ് കൾച്ചറിൻ്റെ എൻ്റെ കയ്യിലുള്ള നോട്ട് സെറ്റായിട്ടില്ല. എൻ്റെ കയ്യിലുള്ള നോട്ട് എപ്പോഴാണ് സെറ്റാകുന്നത് അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം പ്രിൻറ്റ് കൾച്ചർ ചോദിക്കുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരുന്നു പ്രിൻറ്റ് കൾച്ചറിൻ്റെ. അപ്പോൾ എപ്പോൾ ഞാനത് തീർക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എപ്പോഴാണോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് സയൻസിൻ്റെ എൻ്റെ നോട്ടൊക്കെ സെറ്റാട്ടോ. അടിപൊളിയായിട്ട് ഞാൻ നോട്ട് സെറ്റാക്കിയിരിക്കുന്ന സയൻസിൻ്റെ. അതെനിക്ക് നല്ല ഒരു പ്രൗഡ് മൊമെൻ്റാണ്. വളരെ സെറ്റായിട്ടാണ് എൻ്റെ സയൻസിൻ്റെ നോട്ടുള്ളത്. എല്ലാം അടിപൊളിയാണ്. എനിക്കിത് മാത്രം അത് റിവൈസ് ചെയ്യാനായിട്ട്. ഇത് റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ സാമ്പിൾ പേപ്പർ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുന്നത്. പിന്നെ സാമ്പിൾ പേപ്പറും കാര്യങ്ങളും പ്രീവിയസ് ഇയറോ സാമ്പിൾ പേപ്പറോ എന്തെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യാൻ തുടങ്ങിക്കോ. ഇപ്പോൾ തുടങ്ങുന്നതാണ് അത്യാവശ്യം ലേറ്റാണ്. ജാനുവരി 1 നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ജാനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ ഹാഫിലൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു ഈ സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യൽ. സാമ്പിൾ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ, ഏറ്റവും ബെറ്റർ പ്രീവിയസ് ഇയർ ആണ്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് CBSE ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ ഹെറിഡിറ്റി നോട്ട്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വരുന്ന ഫസ്റ്റ് കമൻറ്റ്സ് ആയിരിക്കും എന്തായാലും ഞാൻ നോട്ട്സിനെ പറ്റി ചോദിക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തായിരുന്നു പ്രിൻറ്റ് കൾച്ചർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ. കാരണം 14 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമുക്ക് 1K ആവാനായിട്ട്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പാടില്ല ഈ സന്തോഷം. എൻ്റെ വലിയൊരു പ്രശ്നമാണ് ഈ കാര്യം. എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. എനിക്ക് 14 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 1K, 1000 ആൾക്കാർ എന്നെ കാണുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്നെയാണല്ലോ ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി ഗൈസ്, എനിക്ക് ഇത് എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ട്യൂഷൻ പോകാൻ. അതിന് വേണ്ടിയിട്ടുള്ള എത്ര ആളാണ് നിങ്ങൾ എൻ്റെ വോയിസ് ഓവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.